2, 5, 10, 17, 26, 37, 50, 64 ഇതിൽ ഒറ്റപ്പെട്ട സംഖ്യ കാണണം, അതായത് ഒറ്റയാൻ കാണണം. നമുക്ക് 1 സ്ക്വയർ പ്ലസ് 1, 1ൻ്റെ സ്ക്വയർ 1, 1 1 കൂട്ടിയാൽ 2, ആദ്യത്തെ സംഖ്യ കിട്ടി. 2 സ്ക്വയർ പ്ലസ് 1, 2ൻ്റെ സ്ക്വയർ 2 2 2 2 4 1 കൂട്ടിയാൽ 5 കിട്ടി. അടുത്തത് 10 കിട്ടാൻ 3 സ്ക്വയർ പ്ലസ് 1, 3 സ്ക്വയർ 3 × 3 9 പ്ലസ് 1 10. അടുത്തത് 4 സ്ക്വയർ പ്ലസ് 1, 4 സ്ക്വയർ 4 16 പ്ലസ് 1 17. ഈ സംഖ്യകളെല്ലാം കിട്ടുന്നുണ്ട്. അടുത്തത് 5 സ്ക്വയർ പ്ലസ് 1, 5 സ്ക്വയർ 5 × 5 25 1 കൂട്ടി 26. അടുത്തത് 6 സ്ക്വയർ പ്ലസ് 1, 6 സ്ക്വയർ 6 × 6 36 1 37. ഇതെല്ലാം കിട്ടുന്നുണ്ട്. അടുത്ത് 7 സ്ക്വയർ പ്ലസ് 1 സമം 7 സ്ക്വയർ 7 × 7 49 പ്ലസ് 1 50. അടുത്ത് 8 ആണ്. 8 സ്ക്വയർ പ്ലസ് 1, 8ൻ്റെ സ്ക്വയർ കാണുമ്പോൾ 8 × 8 64 ആയി. ഇവിടെ 64 ആണ്. പിന്നെ 1 കൂട്ടിയാൽ 65 ആവുക. അപ്പോൾ ഇവിടെ 64 ഉള്ളൂ. ഇത് 65 ആണ്. അപ്പോൾ ഇതിൽ വേറിട്ട് നിൽക്കുന്ന സംഖ്യ 64. 331, 482, 551, 263, 383, 362, 284 വേറിട്ട് നിൽക്കുന്ന സംഖ്യ കാണുക, അതായത് ഒറ്റയാൻ കാണണം. 331 നമുക്കിതിന് ഈ അറ്റത്ത് രണ്ടറ്റത്തെ സംഖ്യകൾ ഗുണിക്കുക, രണ്ടറ്റത്തെ അക്കങ്ങൾ 3 × 1, 3 × 1 സമം 3. അപ്പോൾ നടുവിലത്തെ അക്കം കിട്ടുന്നുണ്ട്. അതുപോലെ അടുത്തത് നോക്കുക, 482 രണ്ടറ്റത്തെ സംഖ്യകൾ ഗുണിക്കുക, 4 × 2, 4 × 2 സമം 8. നടുവിലത്തെ അക്കം കിട്ടി. അടുത്തത് 551 അറ്റത്തെ സംഖ്യകൾ ഗുണിക്കുക, 5 × 1 സമം 5. നടുവിലത്തെ അക്കം കിട്ടുന്നുണ്ട്. അടുത്ത 263 അറ്റത്തെ രണ്ട് സംഖ്യകൾ രണ്ടക്കങ്ങൾ 2 × 3, 2 × 3 സമം 6. നടുവിലത്തെ അക്കം കിട്ടി. അടുത്ത 383 അറ്റത്തെ സംഖ്യകൾ അറ്റത്തെ അക്കങ്ങൾ 3 × 3 സമം 9 ആണ്. നടുവിലത്തെ അക്കം 8 ആണ്. അപ്പോൾ ഇത് ശരിയാവുന്നില്ല. അടുത്തത് 362 അറ്റത്തെ രണ്ടക്കങ്ങൾ ഗുണിക്കുക, 3 × 2, 3 × 2 സമം 6. നടുവിലത്തെ അക്കം കിട്ടുന്നുണ്ട്. അടുത്ത 284 അറ്റത്തെ രണ്ട് സംഖ്യകൾ അക്കങ്ങൾ ഗുണിക്കുക, 2 × 4 സമം 8. നടുവിലത്തെ അക്കം കിട്ടുന്നുണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം ശരിയാവുന്നുണ്ട്. ഇതിൽ അങ്ങനെ കിട്ടാത്തത് 383. അപ്പോൾ ഇതിൽ ഒറ്റയാൻ 383. 0.6, 0.66, 60%, 3/5 ഇതിൽ വേറിട്ട സ്വഭാവമുള്ള സംഖ്യ, അതായത് ഒറ്റയാൻ കാണണം. അപ്പോൾ ആദ്യത്തെ സംഖ്യ 0.6, അതവിടെ ഇരിക്കട്ടെ. അടുത്തത് 0.66, അതവിടെ ഇരിക്കട്ടെ. അടുത്തത് 60%. ഈ 60% എന്നുള്ളത് നമുക്ക് എന്തെഴുതാം? 60/100 ആണ്. 60%, 60/100. 100 കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു സംഖ്യ 100 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്കറിയാം 100ൽ 2 പൂജ്യമുള്ളത്. അപ്പോൾ 2 ദശാംശ സ്ഥാനം ഇടത്തോട്ട് നീക്കാറുണ്ട്. അപ്പോൾ 60നെ 100 കൊണ്ട് ഹരിക്കുമ്പോൾ 2 സ്ഥാനം ഇടത്തോട്ട് നീക്കുമ്പോൾ ദശാംശം ഇവിടെ വരും. അപ്പോൾ ഉത്തരം 0.60 എന്ന് വരും. 0.60 എന്ന് പറഞ്ഞാൽ 0.6. ഈ 0ത്തിന് വിലയില്ലല്ലോ. ദശാംശം കഴിഞ്ഞിട്ട് അവസാനത്തെ അക്കത്തിന് അവസാനത്തെ അക്കം 0 ആകുമ്പോൾ അതിന് വിലയില്ല. 0.6. അടുത്തത് 3/5. 3/5 നമുക്ക് ഹരിച്ച് നോക്കാം. 3 ഹരിക്കണം 5. 3 5നേക്കാൾ ചെറുതാണ്, 3ൽ പൂല. അപ്പോൾ 0 പോയിൻ്റ് ഇടുക, എന്നിട്ട് 0 ചേർക്കുക. 30ൽ 6 5 30. അപ്പോൾ കുറച്ച് ശിഷ്ടം 0 ആയി. അപ്പോൾ ഉത്തരം നമുക്ക് എന്താ കിട്ടുന്നത്? 0.6. ഇനി നമുക്ക് നോക്കൂ, ആദ്യത്തെ 0.6, അടുത്ത ഇവിടെയും 0.6, ഇതും 0.6, ഇത് 0.66 ആണ്. അപ്പോൾ ഇതിൽ ഒറ്റയാൻ 0.6. റൂട്ട് 81, റൂട്ട് 256, റൂട്ട് 324, റൂട്ട് 567 ഇതിൽ ഒറ്റയാൻ കാണണം. അപ്പോൾ ആദ്യത്തെ സംഖ്യ റൂട്ട് 81. നമുക്ക് അതിലത്തെ 81 എന്നുള്ളതിന് നമുക്ക് 9 × 9 എഴുതാം. 9 × 9 81 ആണ്. അപ്പോൾ ഇത് പൂർണ്ണവർഗ്ഗമാണ് 81. അടുത്തത് 256. നമുക്കിതിനെ 16 × 16 എഴുതാം. 16 × 16 ഗുണിച്ചാൽ 256. അപ്പോൾ 256 പൂർണ്ണവർഗ്ഗമാണ്. അടുത്ത 324. ഇതിന് നമുക്ക് 18 × 18 എന്ന് എഴുതാം. 18 × 18 324. അപ്പോൾ 324 പൂർണ്ണവർഗ്ഗമാണ്. അടുത്തത് 567. 567നെ ഒരേ സംഖ്യകളുടെ ഗുണനഫലമായിട്ട് എഴുതാൻ പറ്റില്ല. അപ്പോൾ 567 പൂർണ്ണവർഗ്ഗമല്ല. 576 ആണെങ്കിൽ 576 എന്നുള്ളതിന് നമുക്ക് എന്തെഴുതാം? 24 × 24 എന്ന് എഴുതാം. 24 × 24 576 ആണ്. 576 പൂർണ്ണവർഗ്ഗമാണ്. പക്ഷേ ഇതിൽ നമുക്ക് ചോദ്യത്തിൽ 567 തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒറ്റയാൻ റൂട്ട് ഓഫ് 567. 7 28 63 124 215 342 ഈ സംഖ്യകളിൽ ഒറ്റയാൻ ഏത്? 7 നമുക്ക് 2 ക്യൂബ് മൈനസ് 1. 2 ക്യൂബ് ഇങ്ങനെ 2 × 2 × 2, അതായത് 8 1 കുറച്ചാൽ 7. ആദ്യത്തെ സംഖ്യ കിട്ടുന്നുണ്ട്.
അടുത്ത നമുക്ക് 3 ക്യൂബ് നോക്കുക. 3 ക്യൂബ് -1 3 ക്യൂബ് 3 ഇൻറ്റു 3 ഇൻറ്റു 3 27. 27 1 കുറച്ചാൽ 26 വരുന്നത്. ഇവിടെ 28 ഇവിടെ 1 കൂടുക ചെയ്യണത്. ബാക്കിയുള്ള സംഖ്യകൾ കൂടി നമുക്ക് നോക്കാം. 4 എടുത്ത് നോക്കുക. 4 ക്യൂബ് -1 4 ക്യൂബ് 4 ഇൻറ്റു 4 ഇൻറ്റു 4 64 1 കുറച്ച് 63 അത് കിട്ടുന്നുണ്ട്. അടുത്തത് 5 ക്യൂബ് -1 5 ഇൻറ്റു 5 ഇൻറ്റു 5 125 1 കുറച്ചാൽ 124 അത് കിട്ടുന്നുണ്ട്. 6 ക്യൂബ് -1 6 ഇൻറ്റു 6 ഇൻറ്റു 6 216 1 കുറച്ചാൽ 215 അത് കിട്ടുന്നുണ്ട്. 7 ക്യൂബ് -1 7 ഇൻറ്റു 7 ഇൻറ്റു 7 341 കുറച്ചാൽ 343 1 കുറച്ചാൽ 342. അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് ശരിയാവുന്നുണ്ട്. എന്താ ചെയ്യേണ്ടത്? ക്യൂബ് കണ്ടിട്ട് 1 കുറച്ചാൽ ഈ ശ്രേണിയിലത്തെ സംഖ്യകൾ കിട്ടുന്നുണ്ട്. ഇത് മാത്രം ക്യൂബ് കണ്ടിട്ട് 1 കുറച്ചാൽ 26 നമുക്ക് 28 വരുന്നത് 1 കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒറ്റയാൻ 28 12 144 7 49 8 64 16 256 4 ജോഡി തന്നിട്ടുണ്ട്. ഇതിൽ വേറിട്ട ജോഡി ഏത്? നമുക്ക് 12 സ്ക്വയർ സമം 144 ഈ ജോഡിയിൽ ആദ്യത്തെ സംഖ്യ എടുക്കുമ്പോൾ അതിൻ്റെ വർഗ്ഗം കണ്ടാൽ രണ്ടാമത്തെ സംഖ്യ കിട്ടും. അടുത്തത് 7 സ്ക്വയർ സമം 49 7 ഇൻറ്റു 7 49 ആദ്യത്തെ സംഖ്യയുടെ വർഗ്ഗമാണ് രണ്ടാമത്തെ സംഖ്യ. അടുത്തത് 8 സ്ക്വയർ സമം 64 8 64 ആദ്യത്തെ സംഖ്യയുടെ വർഗ്ഗമാണ് അടുത്ത സംഖ്യ. അടുത്തത് 16 256 16 സ്ക്വയർ 256 16 ഇൻറ്റു 16 256. അപ്പോൾ ആദ്യത്തെ സംഖ്യയുടെ വർഗ്ഗങ്ങളാണ് രണ്ടാമത്തെ സംഖ്യ എല്ലാറ്റിലും. ഇതിൽ വ്യത്യാസം കാണുന്നത് 12 ഇരട്ട സംഖ്യയാണ്, 8 ഇരട്ട സംഖ്യയാണ്, 16 ഇരട്ട സംഖ്യയാണ്. ഇവിടെ മാത്രം ഒറ്റ സംഖ്യയുടെ വർഗ്ഗമാണ്. 7 സ്ക്വയർ 7 ഒറ്റ സംഖ്യയാണ്. അപ്പോൾ ഇതിൽ വേറിട്ട ജോഡി 7 49 64 125 216 ഇതിൽ ഒറ്റയാൻ ഏത്? 8 എന്നുള്ള സംഖ്യ 8 എന്നുള്ളതിന് നമുക്ക് 2 ക്യൂബ് എന്ന് എഴുതാം. 2 ഇൻറ്റു 2 ഇൻറ്റു 2 8 64 എന്നുള്ളതിന് 4 ക്യൂബ് എന്ന് എഴുതാം. 4 ഇൻറ്റു 4 ഇൻറ്റു 4 64 125 5 ക്യൂബ് എന്ന് എഴുതാം. 5 ഇൻറ്റു 5 ഇൻറ്റു 5 125 216 6 ക്യൂബ് എന്ന് എഴുതാം. 6 ഇൻറ്റു 6 ഇൻറ്റു 6 216. അപ്പോൾ ഇതെല്ലാം ഓരോ സംഖ്യകളുടെ ക്യൂബാണ്. ഇനി 64 നമുക്ക് 8 സ്ക്വയർ എന്നും എഴുതാം. 8 ഇൻറ്റു 8 64. വേറെ ഏത് സംഖ്യയും സ്ക്വയർ ആയിട്ട് എഴുതാൻ പറ്റില്ല. 8നെ സ്ക്വയർ ആയിട്ട് എഴുതാൻ പറ്റില്ല, 125 സ്ക്വയർ ആയിട്ട് എഴുതാൻ പറ്റില്ല, 216 സ്ക്വയർ ആയിട്ട് എഴുതാൻ പറ്റില്ല. ഇതിൽ 64 മാത്രം ഒരു സംഖ്യയുടെ ക്യൂബായിട്ട് എഴുതാം, വേറൊരു സംഖ്യയുടെ സ്ക്വയർ ആയിട്ട് എഴുതാം. അപ്പോൾ ഇതിൽ ഒറ്റയാൻ 64. ചാപം, വൃത്തം, ത്രികോണം, ചതുരം ഇവയിൽ ഒറ്റയാൻ ഏത്? ഇപ്പം ഇത് ചാപം, ഇത് വൃത്തം, ത്രികോണം, ചതുരം. ഇതിൻ്റെ പ്രത്യേകത ഇതെല്ലാം സമൃദ്ധ രൂപങ്ങളാണ്. സമൃദ്ധ രൂപം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് തുടങ്ങി അതേ സ്ഥലത്ത് തന്നെ അവസാനിക്കുന്നതാണ് സമൃദ്ധ രൂപം. ഒരു സ്ഥലത്തു നിന്ന് തുടങ്ങി അതേ സ്ഥലത്ത് തന്നെ അവസാനിക്കുന്ന രൂപങ്ങളാണ് സമൃദ്ധ രൂപങ്ങളെന്ന് പറയുക. എന്നാൽ ചാപം ഇവിടുന്ന് തുടങ്ങി ഇവിടെ അവസാനിക്കുന്നുള്ളൂ, തുടങ്ങിയ സ്ഥലത്ത് അവസാനിക്കുന്നില്ല. അപ്പോൾ ഇതിൽ വൃത്തം, ത്രികോണം, ചതുരം ഇവ സമൃദ്ധ രൂപങ്ങളാണ്. എന്നാൽ ചാപം സമൃദ്ധ രൂപമല്ല. അപ്പോൾ ഇതിൽ ഒറ്റയാൻ ചാപം. 2/5 40% 0.4 0.44 ഒറ്റയാൻ ഏത്? 2/5 നമുക്കിതിനെ ഹരിക്കാം. 2 ഹരിക്കണം 5 2 5-നേക്കാൾ ചെറിയ സംഖ്യയാണ്. അപ്പോൾ അതിൽ 0 എന്നിട്ട് 0 ചേർക്കുമ്പോൾ നമ്മൾ ദശാംശം ഇടുക. 4 5 20 കുറച്ചാൽ 0 ആയി. അപ്പോൾ ഇതിൻ്റെ ഉത്തരം 0.4 കിട്ടുന്നത്. അടുത്തത് 40%. 40% എന്ന് പറഞ്ഞാൽ എന്താണ്? 40/100. നമ്മൾ കുറച്ചും പേര് കണക്ക് ചെയ്തു. 100 കൊണ്ട് ഹരിക്കുമ്പോൾ എന്താ ചെയ്യുക? 2 ദശാംശത്താണ് ഇടത്തോട്ട് നീക്കുക അല്ലേ? അപ്പോൾ 2 സ്ഥാനം നിൽക്കുമ്പോൾ പോയിന്റ് ഇവിടെ വരും. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? 0.40 എന്ന് എഴുതാം. 0.40 ഈ 0-ന് വിലയില്ല. അവസാനം വരുന്ന 0 ദശാംശം കഴിഞ്ഞ് അവസാനം വരുന്ന 0-ന് വിലയില്ല. അപ്പോൾ ഇതിൻ്റെ ഉത്തരം 0.4. നമുക്ക് തന്നിരിക്കുന്നത് 0.4 0.4 അതവിടെ ഇരിക്കട്ടെ. അടുത്തത് 0.44. ഇനി നോക്കുക, ആദ്യത്തെ ഉത്തരം 0.4. അടുത്ത ഉത്തരവും 0.4. അടുത്ത തന്നിരിക്കുന്ന ഓപ്ഷൻ 0.4. ഇത് 0.44. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന വ്യത്യാസം വരുന്നത് ഇതാണ്. അപ്പോൾ ഇതിൽ ഒറ്റയാൻ 0.44. 1000 8000 16000 27000 ഇതിൽ ഒറ്റയാൻ ഏത്? 10 ക്യൂബ് കണ്ടു നോക്കുക. 10 ക്യൂബ് എങ്ങനെ കാണുക? 10 ഇൻറ്റു 10 ഇൻറ്റു 10 ഇത് ഗുണിച്ചാൽ എത്ര കിട്ടുക? 1000 ആദ്യത്തെ സംഖ്യ കിട്ടുന്നുണ്ട്. അടുത്തത് 20 ക്യൂബ് കണ്ടു നോക്കാം. എന്താണ്? 20 ഇൻറ്റു 20 ഇൻറ്റു 20 ഇത് ഗുണിക്കുമ്പോൾ എത്ര വരിക? 8000 എന്ന് വരും. ഇത് വരുന്നുണ്ട്. അടുത്തത് 30 ക്യൂബ് നോക്കാം. എങ്ങനെ കാണുക? 30 ഇൻറ്റു 30 ഇൻറ്റു 30 ഇത് ഗുണിക്കുമ്പോൾ 27000 എന്ന് വരും. അതും കിട്ടുന്നുണ്ട്. ഇനി 40 ക്യൂബ് നോക്കുക. 40 ക്യൂബ് എന്ന് പറഞ്ഞാൽ 40 ഇൻറ്റു 40 ഇൻറ്റു 40 ഇത് ഗുണിക്കുമ്പോൾ 64000 എന്നാണ് വരിക. 64000. ഇവിടെ 16000 16000 ഏത് സംഖ്യയുടെയും ക്യൂബായിട്ട് എഴുതാൻ പറ്റില്ല. അപ്പോൾ അതിൽ ഒറ്റയാൻ 16000. കൂട്ടത്തിൽ പെടാത്തത് ഏത്? 3 4 5 5 12 13 8 15 17 8 16 15 3 സംഖ്യകൾ വീതമുള്ള 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. ഇതിൽ കൂട്ടത്തിൽ പെടാത്ത ഒറ്റയാൻ കാണണം.
ഇതിൽ നമുക്ക് 3, 4, 5 ഇതിൽ ചെറിയ 2 സംഖ്യകൾ എടുക്കാം. 3ഉം 4ഉം ആണ് ചെറിയ സംഖ്യകൾ. ഇതിൻ്റെ രണ്ടിൻ്റെയും വർഗ്ഗം കണ്ട് കൂട്ടി നോക്കാം. ചെറിയ 2 സംഖ്യകളുടെയും വർഗ്ഗങ്ങൾ കണ്ട് കൂട്ടുക. 3ൻ്റെ സ്ക്വയർ 9, 4 സ്ക്വയർ 16. ഇത് കൂട്ടുമ്പോൾ 25 എന്ന് വരും. 3ൻ്റെ സ്ക്വയർ 3 9, 4 സ്ക്വയർ 16, 4 4 16, 16 9 കൂട്ടി 25. ഇതിലത്തെ വലിയ സംഖ്യയുടെ സ്ക്വയർ നോക്കുക. 5 സ്ക്വയർ എത്രയാണ്? 5 × 5 25. രണ്ടും ശരിയായുണ്ട്, കണ്ടോ? തുല്യമായി കിട്ടി. അതേപോലെ അടുത്ത് നോക്കുക, ചെറിയ സംഖ്യകൾ എടുക്കുക. എത്ര? 5ഉം 12ഉം. അപ്പോൾ 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ ചെയ്യുക. 5 സ്ക്വയർ 5 × 5 25 എന്ന് വരും. 12 സ്ക്വയർ 12 × 12 144 എന്ന് വരും. 144. ഇത് കൂട്ടി നോക്കുക. ഇത് കൂട്ടുമ്പോൾ 169 എന്ന് വരും. ഇനി എന്താ ചെയ്യുക? അതിലത്തെ വലിയ സംഖ്യയുടെ വർഗ്ഗം കാണുക. 13 അല്ലേ? 13ൻ്റെ സ്ക്വയർ എത്ര വരിക? 13 × 13 169. കണ്ടോ? രണ്ടും തുല്യമായിട്ട് കിട്ടി. ഇവിടെ രണ്ടും തുല്യമായിട്ട് കിട്ടി. ഇനി 8, 15, 17 എന്താ ചെയ്യേണ്ടത്? ചെറിയ സംഖ്യകൾ എടുക്കുക. 8 സ്ക്വയർ പ്ലസ് 15 സ്ക്വയർ ചെയ്തു നോക്കുക. 8 സ്ക്വയർ 8 × 8 64. 15 സ്ക്വയർ 15 × 15 225 എന്ന് വരും. കൂട്ടുമ്പോൾ 289 എന്ന് വന്നു. ഇനി ഇതിലത്തെ വലിയ സംഖ്യ എടുക്കുക. 17 ആണ്. 17ൻ്റെ സ്ക്വയർ കണ്ടു നോക്കുക. 17ൻ്റെ സ്ക്വയർ 17 × 17 ആണ് 289. അതിലും തുല്യമായിട്ട് കിട്ടി രണ്ടും. ഇനി ഇത് നോക്കുക. ഇതിൽ ചെറിയ സംഖ്യകൾ ഏതൊക്കെ? 8ഉം 15ഉം ആണ്. 16 വലുതാണ്. അപ്പോൾ 8 15 8 സ്ക്വയർ പ്ലസ് 15 സ്ക്വയർ അല്ലേ? 8 സ്ക്വയർ പ്ലസ് 15 സ്ക്വയർ നമുക്ക് ഇനി കാണേണ്ട അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 8 സ്ക്വയർ പ്ലസ് 15 സ്ക്വയർ എത്ര കിട്ടുന്നത്? 289 അല്ലേ? അപ്പോൾ നമ്മൾ 8ൻ്റെയും 15ൻ്റെയും ചെറിയ 2 സംഖ്യകളുടെ സ്ക്വയർ കണ്ട് കൂട്ടി. ഇനി വലിയ സംഖ്യ ഏതാ? 16. 16ൻ്റെ സ്ക്വയർ എത്രയാണ്? 16 സ്ക്വയർ 256. ഇത് കണ്ടോ? ഇത് രണ്ടും തുല്യമല്ല. അപ്പോൾ ഇതിൽ ഒറ്റയാൻ 8 16 15 എന്ന 3 സംഖ്യകളാണ്.